രാവിലെ ഒരു ചായയും കുടിച്ച് നേരെ വണ്ടി എടുത്തിറങ്ങി. ഒരു PSC എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. അതിനുവേണ്ടി പോവുകയാണ്. ബീസ്റ്റ് ഫോറസ്റ്റ് ഓഫീസിന്റെ എക്സാം ആട്ടോ. അക്ഷയയിൽ കയറി പ്രിന്റ് എടുത്ത് ഹോൾ ടിക്കറ്റിന്റെ. കോട്ടക്കൽ കഴിഞ്ഞ വെന്നൂരാണ് എക്സാം സെന്റർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിക്കാണെങ്കിൽ ഫുൾ ബ്ലോക്ക് ആട്ടോ. 1 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 1:30ക്ക് എക്സാം. സമയദോഷമല്ലാതെ എന്താ പറയാ, ബ്ലോക്കിൽപ്പെട്ട് ആകെ ടൈമൊക്കെ വരഞ്ഞു. എന്തായാലും ഹൈവേ ആയതുകൊണ്ട് തന്നെ പിന്നെ ബ്ലോക്ക് ഒന്നും കാണില്ല എന്നുള്ള വിശ്വാസമാണ് കുറ്റിപ്പുറക്ക് എത്തിയത്. പിന്നെയാണ് ഈ 800 ടണ്ണുള്ള ഭാരത്തിന്റെ ചെറിയ എന്തോ വർക്ക് നടക്കുന്നുണ്ട്. പാലം അപ്പുറത്തുനിന്ന് ഇപ്പുറം സൈഡിലേക്ക് എത്തിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂസിൽ. എന്തായാലും സംഭവം സെറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു കേട്ടോ എക്സാമിന്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂട്ട് ആണ് പോകുന്നത്. ഹൈവേ നോക്കുന്ന ടൈമിൽ പിന്നെ വലിയ ബ്ലോക്ക് ഒന്നും ഇല്ല. അതുകൊണ്ട് എത്ര സ്പീഡിൽ പോകാൻ പറ്റും അത്ര സ്പീഡിൽ തന്നെ പോയിണ്ടായിരുന്നത്. അങ്ങനെ ഭാഗ്യത്തിന് ഒരു 1:15 ആകുമ്പോഴേക്കും സ്കൂളിൻ്റെ അവിടേക്ക് എത്തി. ഒരു ലൈമൊക്കെ കുടിച്ച് പതുക്കെ പിന്നെ സ്കൂളിനാണ് കയറിയത്. ഒരുപാട് ആളുകൾ എക്സാമിന് വേണ്ടി എത്തുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ചോദ്യ പേപ്പർ നോക്കിയ ടൈമിൽ ജനറൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് ഏകദേശം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇംഗ്ലീഷും വലിയ കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റി. പിന്നെ മാത്സിലേക്ക് എത്തിയപ്പോഴാണ് കുറേ കൺഫ്യൂഷൻ ആയത്. 1 ക്വസ്റ്റിനോളം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കിട്ടും. തിരിച്ചിറങ്ങി ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ വർക്കിന് ഇറങ്ങിട്ടോ. നമ്മളെ ചാലഞ്ച് എന്തായാലും ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ്. 1858 രൂപയാണ് കഴിഞ്ഞ വീക്ക് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വീക്ക് 2 വീക്കത്തെ എമൗണ്ടും കൂടി കൂട്ടി ടോട്ടൽ 1578 രൂപ അച്ചീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് 11,858 രൂപ അച്ചീവ് ചെയ്യണമായിരുന്നു. 1250 രൂപ ഒരു കുറവുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ഫെയിൽഡ് ആയിരിക്കുകയാണ്. ചെറിയൊരു എമൗണ്ടിന് വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും നമ്മൾ വിട്ടുകൊടുക്കാതെ ഇതുവരെ കണ്ടിന്യൂ ചെയ്തു. അത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഇതുവരെ എല്ലാത്തിനും കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി. നമ്മൾ ചാലഞ്ചസ് ഇനിയും ഉണ്ടാവും.